വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തേക്കുള്ള വായന ഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവോദ്യയെയും സുന്തുകയെയും പ്രബോധിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ കാരാഗ്രഹ ലേഖനങ്ങളിലൊന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹബന്ധം പരസ്പര കരുതലിലും സഹായത്തിലുമാണ് പ്രകടമാകുന്നത്. കൂട്ടായ്മ എന്ന പദത്തിൻ്റെ അർത്ഥവ്യാപ്തി ഈ ലേഖനത്തിൽ വളരെ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നു. ഫിലിപ്പിയിലെ സഭയോടുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ സ്നേഹം വളരെ ശക്തമായി ഈ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: സന്തോഷവും കിരീടവുമായുള്ളവരെ എന്ന്. ഈ പ്രയോഗം പൗലോസ് അപ്പോസ്തലന് ഈ സഭയോടുള്ള, അതായത് വിശ്വാസികളോടുള്ള സ്നേഹത്തിൻ്റെ മാധുര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സഭയിലെ ഒരു ക്രൈസ്തവ വനിതയായിരുന്നു യുവോദ്യ. ഫിലിപ്പിയ സഭയിലെങ്ങും അറിയപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു യുവോദ്യ. യുവോദ്യയുടെ ചില പ്രത്യേകതകൾ: ഒന്നാമതായിട്ട്, സഭയിലെ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു യുവോദ്യ. ഫിലിപ്പിയ സഭയിലെ ആത്മീയ സ്വാധീനമുള്ള പ്രവർത്തനക്ഷമയായ ഒരു വ്യക്തിയായിരുന്നു യുവോദ്യ. ഫിലിപ്പിയ സഭയിലും സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. അതിനാൽ തന്നെ വനിതകൾക്കും സഭയിൽ നേതൃത്വം നൽകുവാൻ അവസരങ്ങൾ ലഭിച്ചിരുന്നു. കർത്താവിൽ നിലനിൽപ്പിൻ എന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. ഇതൊരു മിലിറ്ററി പ്രയോഗമാണ്. ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടായാലും സ്ഥായിയായി പടപൊരുതുക എന്നത് സ്ഥിരതയുടെ മുഖമുദ്രയാണ്. നമ്മുടെ ജീവിതത്തിലും പ്രലോഭനങ്ങളിലും പടയോട്ടങ്ങളിലും ക്രിസ്തുവിൽ മാത്രമാണ് സുരക്ഷിതത്വമുള്ളത്. അതിനാൽ സ്ഥിരതയോടെ നിൽക്കുക എന്നത് ക്രിസ്തുവിൽ സുരക്ഷിതത്വമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ക്രിസ്തുവിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തു സ്നേഹത്തിൽ ആയിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. യുവോദ്യയും സഭയിലെ സ്വാധീനമുള്ള മുൻനിരക്കാരി എന്ന നിലയിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നില ഉറപ്പിച്ചവളായിരുന്നു. രണ്ടാമതായിട്ട്, സുവിശേഷ ഘോഷണത്തിൽ സാക്ഷ്യം കൊണ്ട വ്യക്തിയായിരുന്നു യുവോദ്യ. എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പേരെടുത്ത് പറയുന്നു. പൗലോസിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ അദ്ദേഹത്തിന് ഏറെ സഹായമേകിയ വ്യക്തിയുമായിരുന്നു യുവോദ്യ. സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ പലരും ചാലക ശക്തികളായി പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതിനായി ദൈവം കാലാകാലങ്ങളിൽ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നു. മാത്രമല്ല, പൗലോസിൻ്റെ ജീവിതത്തിലൂടെ നാം അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫിലിപ്പിയ പട്ടണത്തിൽ യുവോദ്യയും സുവിശേഷത്തിന് സാക്ഷ്യം കൊണ്ടവളായിട്ട് തീരുന്നു. പോരാടിയിരിക്കുന്നു എന്ന പദമാണ് അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫിലിപ്പിയ സഭയുടെ മാനസാന്തരം പൗലോസ് ഏറെ സന്തോഷിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഒരു മിഷനറിയുടെ കിരീടം എന്നത് അവരുടെ കഠിന അധ്വാനത്തിൻ്റെ ഫലമാണ്. അങ്ങനെയെങ്കിൽ ആ നീതിയുടെ കിരീടം ലഭിക്കുവാൻ പ്രാപ്തരായവരാണ് യുവോദ്യയും ഒപ്പമുണ്ടായിരുന്ന വനിതയും. ഈ നീതിയുടെ കിരീടം അവകാശമാക്കണമെങ്കിൽ സഭയിലും സമൂഹത്തിലും സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ചാലക ശക്തികളായി തീരുവാൻ, യുവോദ്യയെപ്പോലെ പ്രവർത്തിക്കുവാൻ അഥവാ പോരാടുവാൻ നമുക്കും ഓരോരുത്തർക്കും സാധിക്കണം. അത്തരത്തിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യുവോദ്യയെപ്പോലെ സുവിശേഷ ഘോഷണത്തിൻ്റെ ചാലക ശക്തികളായി തീരുവാൻ ഞങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ.